Our next topic is Bohr atom model, but before that I would like to introduce some of the previous models of atoms. In 19th century തന്നെ കെമിക്കൽ എലമെൻറ്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ആറ്റംസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആറ്റംസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അന്ന് അതിനെക്കുറിച്ച് പ്രോബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഇൻ 1898 J.J. Thomson ഡിസ്കവേർഡ് ഇലക്ട്രോൺ. ജെ തോംസൺ അദ്ദേഹത്തിൻ്റെ കാഥോഡ് റേ എക്സ്പെരിമെൻറ്റിൽ ഇലക്ട്രോൺ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡീസ് വിത്ത് മച്ച് സ്മോളർ ദാൻ ആറ്റംസ്, സൈസ് മച്ച് സ്മോളർ ദാൻ ആറ്റം എന്നുള്ളൊരു ഡിസ്കവറി നടത്തി. പക്ഷേ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. പക്ഷേ ആറ്റത്തിനുള്ളിൽ ജെ തോംസൺ ഇലക്ട്രോണിനെയും കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് വേണം? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവണമെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ചാർജും കൂടെ വേണം. അങ്ങനെയാണ് തോംസൺസ് മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. തോംസൺസ് മോഡൽ ഓഫ് ആറ്റം അത് തോംസൺസ് മോഡൽ ഓഫ് ആറ്റംസിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റീരിയൽ ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ആറ്റം ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. പ്ലം മോഡൽ അതല്ലെങ്കിൽ ഒരു എന്താണ് വാട്ടർമെലൻ്റെ പോലെ നമുക്ക് വാട്ടർമെലൻ്റെ സീഡ്സ് നെഗറ്റീവ് ചാർജസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആറ്റത്തിൻ്റെ ഒരു നല്ല മോഡൽ എന്ന് പറയുന്നത്. പിന്നീട് റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് വന്നു. റുദർഫോർഡ്സ് മോഡൽ, അതിനുശേഷമാണ് റുദർഫോർഡ്സ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റുദർഫോർഡ്സ് മോഡലിൽ അദ്ദേഹത്തിൻ്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു? ആൽഫ പർട്ടിക്കിൾ, ഹൈ എനർജി ആൽഫ പർട്ടിക്കിൾസ് മീൻസ് ഹീലിയം ന്യൂക്ലിയസ് He2+, ഹെവി മാസ് ഉള്ള പർട്ടിക്കിൾസാണ്. അത് ഗോൾഡ് ഫോയിലിൽ സ്കാറ്റർ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം മിക്കവാറും എല്ലാ ആൽഫ പർട്ടിക്കിളും കാര്യമായിട്ടുള്ള ഡീവിയേഷൻ ഇല്ലാതെ പാസ് ചെയ്യുകയാണ്. കുറച്ച് ആൽഫ പർട്ടിക്കിൾസ് വലിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ഈവൺ വളരെ ചെറിയൊരു എമൗണ്ട് ഓഫ് പർട്ടിക്കിൾസ് തിരിച്ചു വരുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു. ഇതാണ് ഈ 3 ഒബ്സർവേഷനാണ് അദ്ദേഹം നടത്തിയായിരുന്നത്. മിക്കവാറും എല്ലാം തന്നെ പാസ് ചെയ്യുന്നു, കുറച്ച് കാര്യമായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു, ചിലത് തിരിച്ചു തന്നെ വരുന്നു. അപ്പോൾ എങ്ങനെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അദ്ദേഹം ഇത് വളരെ അത്ഭുതത്തോടുകൂടി പറയുന്നത്, ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ ആസ് ഇഫ് യു ഫയർഡ് എ ഷെൽ to a piece of tissue paper and it came back and hit you. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ ഈ ആൽഫ പർട്ടിക്കിളിൻ്റെ മാസ് നോക്കുകയാണെങ്കിൽ എം ആൽഫ ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 8,000 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അദ്ദേഹം ഉപയോഗിച്ച വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V is equal to ഓഫ് ദ ഓർഡർ ഓഫ് 2 × 10⁻⁷ m/s. അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഒരു ഗോൾഡ് ഫോയിലിൽ, അത് ഒരു ടിഷ്യൂ പേപ്പർ പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും തിന്നായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇത്രയും വെലോസിറ്റിയിൽ ഇത്രയും മാസുള്ള ഒരു ഒബ്ജക്റ്റ് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് അത്രയും സ്ട്രോങ് സോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇവിടെ വേണം. ആൽഫ പർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പർട്ടിക്കിളാണ്. അത്രയും സ്ട്രോങ് ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ അതിൻ്റെ സെൻറ്ററിൽ, വളരെ ചെറിയ സ്ഥലത്ത് നിന്ന് മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ, ആ സെൻറ്ററിൽ വേണം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹം ഒരു സെൻറ്ററിൽ ആ സോഴ്സ് ഓഫ് റിപ്പൾഷൻ പോസിറ്റീവ് ചാർജ് മുഴുവൻ, ആ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ ഹെവി അല്ലെങ്കിൽ അതിൻ്റെ മാസും ചാർജും മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലാണ്. അങ്ങനെയാണ് ഒരു ന്യൂക്ലിയസ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ന്യൂക്ലിയസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. അങ്ങനെയാണത് ആൽഫ പർട്ടിക്കിൾ തിരിച്ചു വരുന്നതെന്നുള്ള എക്സ്പ്ലനേഷനാണ് അദ്ദേഹം കൊടുത്തത്. സോ സെൻട്രലി ന്യൂക്ലിയസ് ഒരു സെൻട്രലി പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇരിക്കുകയാണ്. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ സെൻട്രൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ മുഴുവൻ ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജ് മുഴുവൻ സെൻട്രലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രോബ്ലം വരാണ്, എങ്ങനെയാണ് ഇതിന് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റുക? കാരണം ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നമ്മൾ കൂളും ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം ഇത് കൊളാപ്സ് ചെയ്ത് ഈ ന്യൂട്രലായി പോകേണ്ടതല്ലേ? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലേക്ക് വീണ് അത് കൊളാപ്സ് ചെയ്ത് ന്യൂട്രലായിട്ട് പോകേണ്ടതല്ല. എങ്ങനെയാണ് അതിന് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഇരിക്കണമെങ്കിൽ അവർക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അങ്ങനെയാണ് ഇലക്ട്രോൺ ഓർബിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് പ്ലാനറ്ററി മോഡൽ. എങ്ങനെയാണ് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്? പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അത് പ്ലാനറ്റ് സണ്ണിലേക്ക് വീണ് കൊളാപ്സ് ചെയ്ത് പോകേണ്ടതല്ല. പിന്നെ എങ്ങനെയാണ് അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്? അത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിൻ്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, അതിൻ്റെ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷനും ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട്, അത് റിവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് അത് സ്ട്രക്ചർ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു പ്ലാനറ്ററി മോഡൽ ആറ്റത്തിനും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിന് ഒരു ഡൈനാമിക് സിസ്റ്റമായിട്ട്, വെറുതെ ഇങ്ങനെ നെഗറ്റീവ് ചാർജസ് വെച്ചിരിക്കുകയല്ല, അതൊരു ഡൈനാമിക് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. Now let us consider a special case of hydrogen atom. Hydrogen atom, ഒരു ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൗണ്ട് എ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ന്യൂക്ലിയസ് 1 പോസിറ്റീവ് ചാർജ് ആണുള്ളത്. സോ E+ ആണ് അതിൻ്റെ സെൻറ്ററിലുള്ളത്. ആൻഡ് ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ഇൻ എ സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് എ വെലോസിറ്റി E- with a velocity v. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റിക്കുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഫോഴ്സുകൾ തമ്മിൽ ബാലൻസ് ചെയ്യുന്നത്, ഇതിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. കുളൂംബ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും, ഒരു ഡൈനാമിക്കലി സ്റ്റേബിൾ സിസ്റ്റം ആണെങ്കിൽ, ഫോർ സ്റ്റേബിൾ സിസ്റ്റം centripetal force should be equal to the electrostatic force of attraction or Coulomb force. So centripetal force is mv square by r, that is equal to electrostatic force is the force of attraction between these two, 1/4 pi epsilon 0 q1 q2. രണ്ടും സെയിം ചാർജ് ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. So this is 1/4 pi epsilon 0 e square by r square. ഇതിൽ നമുക്ക് ആ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാം. v is e by square root of 4 pi epsilon 0 mr. ഈ എക്സ്പ്രഷൻ നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് വെലോസിറ്റികൾ. അപ്പോൾ ഇത്രയും വെലോസിറ്റിയിൽ ഈ r റേഡിയസിൽ റിവോൾവ് ചെയ്താൽ മാത്രമാണ് ഈ ഇലക്ട്രോണിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ക്ലാസിക്കലി. അതല്ലെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്ത് കൊളാപ്സ് ചെയ്ത് പോകേണ്ടതാണ്. Now let us work out the total energy of hydrogen atom. Total energy of hydrogen atom E is equal to kinetic energy plus potential energy. Kinetic energy is classical kinetic energy half mv square plus potential energy is minus 1/4 pi epsilon 0 q1 q2 by r. So minus e square by 4 pi epsilon 0 r. Now substitute for v from equation 1, v square. അപ്പോൾ v square വരുമ്പോൾ e square by 4 pi epsilon 0 mr. So 1/2 m v square, e square by 4 pi epsilon 0 mr minus e square by 4 pi epsilon 0 r. Here m cancels, then you will get minus e square by 8 pi epsilon 0 r. This is equation 2. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജി is negative. Negative means it's a stable system or bound system. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റേബിൾ ഓർ ബൗണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇലക്ട്രോൺ ഈ ഒരു സ്ട്രക്ചറിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്നാണ് ആർഗ്യൂ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിച്ചത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു കുളൂംബ് ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് കുളൂംബ് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ വരുന്ന ഒരു കാര്യമാണ്. കുളൂംബ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊരു ഫോഴ്സാണ്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ രണ്ട് ലോസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേബിൾ സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ന്യൂട്ടൺസ് ലോ ആൻഡ് കുളൂംബ്സ് ലോ, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ സ്റ്റേബിൾ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസിക്കൽ ഫിസിക്സിലെ മറ്റൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള തിയറിയാണ് ഇലക്ട്രോഡൈനാമിക്സ്. നമ്മളിനി ഇലക്ട്രോഡൈനാമിക്സ് പേപ്പറിൽ നമ്മൾ കാണും. അപ്പോൾ ഇലക്ട്രോഡൈനാമിക്സ് പറയുന്നത്, ക്ലാസിക്കൽ ഇലക്ട്രോഡൈനാമിക്സ് പറയുന്നത് whenever a charge accelerate it will radiate electromagnetic energy. അപ്പോൾ ഒരു ചാർജിന് ആക്സലറേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവാനുള്ള, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ടാവാനുള്ള കാരണം ചാർജുകളുടെ ഓസിലേഷനാണ്, ചാർജുകളുടെ ആക്സലറേഷനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചാർജ് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇലക്ട്രോൺ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ, ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണ്. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റിവോൾവ് ചെയ്യുകയാണ്. പക്ഷേ ഇതെന്താണ്? ഒരു സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷൻ ആണെങ്കിൽ അതിന് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടാവും. ആക്സലറേറ്റഡ് മോഷനാണ് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ചിട്ട് എന്തുണ്ടാവും? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈ ആറ്റത്തിൽ നിന്ന് എമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എന്തുണ്ട്? എനർജി. ഇറ്റ് വിൽ ക്യാരി എനർജി. ഈക്വൽ ടു എച്ച് ന്യൂ എനർജി ഉണ്ട്. അപ്പോൾ എച്ച് ന്യൂ എനർജിയാണ് ഈ സിസ്റ്റത്തിൽ നിന്ന് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ എനർജി പോയാൽ എന്ത് പറ്റും? എനർജി പോയാൽ ഈ ഓർബിറ്റ് ചെറുതായി വീണ്ടും ഇത് സർക്കുലർ മോഷൻ വരുമ്പോൾ വീണ്ടും എനർജി റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എനർജി കുറഞ്ഞ് ഫൈനലി അത് സ്പൈറൽ ചെയ്ത്, ഇലക്ട്രോൺ സ്പൈറൽ ചെയ്ത് കൊളാപ്സ് ചെയ്ത് ന്യൂക്ലിയസിൽ തന്നെ വരുന്ന ആറ്റം തന്നെ കൊളാപ്സ് ചെയ്യും.
അപ്പോൾ ഒരു ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ 2 ലോ, ന്യൂട്ടൺസ് ലോയും കുളോംസ് ലോയും ഇത് സ്റ്റേബിൾ ആണെന്ന് പറയുന്നു. പക്ഷേ ഇലക്ട്രോഡൈനാമിക്സിലെ ലോ പറയുന്നു അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് അതിൻ്റെ എനർജി മുഴുവൻ പോയി സ്പൈറൽ ചെയ്ത് അത് കൊളാപ്സ് ചെയ്യും, അത് അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് പറയുന്നു. സോ ദർ ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഓർബിറ്റിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഈ 2 ലോ വെച്ച് പറയാമെങ്കിലും ഇലക്ട്രോഡൈനാമിക്സ് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആറ്റത്തിന് സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഓർബിറ്റ് എങ്ങനെയാണ് സ്റ്റേബിളായിട്ടിരിക്കുന്നത്? അതായിരുന്നു ഈ റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ അതിന് ആദ്യമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊണ്ടത് ബോർ ആറ്റം മോഡലാണ്. ബോർ അത് ഒരു പ്രൊപ്പോസൽ, ബോറിൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ പോകും, അത് റേഡിയേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ട് റേഡിയേറ്റ് ചെയ്യില്ല എന്നുള്ളതിനുള്ള എക്സ്പ്ലനേഷൻ വേവ് പ്രോപ്പർട്ടി, ഇലക്ട്രോണിൻ്റെ വേവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ഡി ബ്രോഗ്ലി വേവ് എന്നുള്ള കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ബോർ ആറ്റം മോഡൽ ബോർ പ്രൊപ്പോസ് ചെയ്യായിരുന്നു, ഈ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ പോവുകയാണെങ്കിൽ അത് റേഡിയേറ്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ബോർ ആറ്റം മോഡലിൽ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.